ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ മഴക്കാലമാണ്, നല്ല സൂപ്പർ മഴ പെയ്യുന്നുണ്ട്, നല്ല തണുപ്പാണ്. അപ്പോൾ ഈ മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ റെസിപ്പീസ് ആയാലോ ഇന്നത്തെ കേരള ലഞ്ച് മെനുവിൽ. അപ്പോൾ ഇന്ന് ഞാൻ 85ാമത്തെ മെനു ആണ് ഇട്ടിരിക്കുന്നത്. ഇതിൽ മഴക്കാലത്ത് കഴിക്കാനുള്ള ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന റെസിപ്പീസ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയത് ഇതിൽ നാരങ്ങയും ഇഞ്ചിയും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു രസമാണ്. പിന്നെ അതിന് കോമ്പിനേഷനായിട്ട് വാഴപ്പൂവിൻ്റെ ഒരു തോരൻ, ഇത് നല്ല ഫൈബർ ഉള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ രസമാകുമ്പോൾ കുറച്ച് കറുമുറ് കടിക്കാൻ എന്തെങ്കിലും വേണ്ടേ, അപ്പോൾ ചേനയും കൊണ്ട് ഒരു മെഴുക്കുവരട്ടി, പിന്നെ പപ്പടമൊക്കെ വെച്ചിട്ട് നമ്മുടെ മീൽ റെഡി ആയിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ മീൽസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലടിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് രസം ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു പാനിൽ കുറച്ച് നെയ്യ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക്, ജീരകം, കായപ്പൊടി ചേർത്തിട്ട് പിന്നെ ചുവന്ന മുളകും കരിവേപ്പിലയും കൂടി ചേർത്ത് താളിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകും ചതച്ച ഇഞ്ചിയുടെ പകുതി ഭാഗവും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് സോട്ടേ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കണം. തക്കാളി ഇപ്പോൾ ഞാൻ പ്രഷർ കുക്കറിൽ പരിപ്പിൻ്റെ ഒപ്പം ഒന്ന് വേവിച്ച് തൊലി കടഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇങ്ങനെയും ചേർക്കാം, അല്ലെങ്കിൽ വെറുതെ അരിഞ്ഞ് ചേർത്താലും മതി. ഇതൊന്ന് നന്നായി കുക്ക് ചെയ്തിട്ട് നമ്മൾ പ്രഷർ കുക്ക് ചെയ്തെടുത്ത് തോരപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. പരിപ്പ് വേവിക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ വെള്ളം ഇടാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ചതച്ച കുരുമുളകും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് രസത്തിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തിളപ്പിക്കാം. ഇപ്പൊ 2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു തള വരുന്ന വരെ നമുക്ക് അടുപ്പത്ത് വെക്കാം. രസം നന്നായിട്ട് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് നാരങ്ങ നീര് ഒഴിച്ചിട്ട് മല്ലിയിലയും ചേർത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് ഇറക്കി വെക്കാം. ഇത് ഊണ് കഴിക്കുന്നവരെ അടച്ചു വെക്കുക. അടുത്ത റെസിപ്പിയിലേക്ക് കിടക്കാം. വാഴപ്പൂവിന്റെ തോരനാണ് അടുത്ത റെസിപ്പി. അതിനായിട്ട് ഒരു പാനിൽ മീഡിയം ഹീറ്റിൽ ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കടുകും ഉഴുന്നും പരിപ്പും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പച്ചരിയും ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ഒന്ന് നന്നായി പൊട്ടി വരുമ്പോൾ ചുവന്ന മുളക് ചേർത്ത് നന്നായിട്ട് താളിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വാഴപ്പൂ കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് വെക്കാം. അപ്പം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് തോരന് ആവശ്യമുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചോളൂ, എന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇതെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചതച്ച ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അതായത് തേങ്ങ, ജീരകം, പച്ചമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇത്രയും ചതച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ അടപ്പിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരത്തേക്കും കൂടി കുക്ക് ചെയ്തെടുക്കണം. നമുക്കിത് അടച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ തോരൻ കുക്കായി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് അടുത്ത റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പം അടുത്ത് ഞാൻ ഉണ്ടാക്കുന്നത് ചേന മെഴുക്കുവരട്ടിയാണ്. അതിനൊരു പാനിൽ മീഡിയം ഫ്ലെയിമിൽ ചേന ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചേന ഒരു 3/4 ഭാഗം കുക്കാവുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പൊ ചേന 3/4 ഭാഗം വെന്തുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്യുക. കരിവേപ്പില ആഡ് ചെയ്യുക. പിന്നെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് തീ കുറച്ച് വെച്ചിട്ട് നന്നായി മൊരിയണ വരെ
ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നന്നായിട്ട് മൊരിയണ വരെ ഇത് കുക്ക് ചെയ്യാൻ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് അടുപ്പത്ത് വെക്കാം. അങ്ങനെ നമ്മുടെ മെഴുക്കുവരട്ടി റെഡിയാവും. അപ്പോൾ ഈ സിമ്പിൾ ആയിട്ടുള്ള മഴയ്ക്ക് പറ്റിയ ഒരു റെസിപ്പി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം.